നമ്മുടെ ചക്കക്കൊമ്പൻ ഉണ്ടാക്കുന്ന ശല്യമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഇടുക്കിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ പടയപ്പയെക്കുറിച്ച് ഒരു റിപ്പോർട്ടാണ് വരുന്നത്. പടയപ്പയ്ക്ക് ക്യാരറ്റും പൈനാപ്പിളും ചോളവും ഒന്നുമല്ല ഇപ്പോൾ പ്രിയം കേട്ടോ. കടകളിൽ നിന്ന് ബ്രെഡും ന്യൂഡിൽസും ബണ്ണും ഒക്കെ അകത്താക്കുകയാണ് നമ്മുടെ ഈ കാട്ടുകൊമ്പൻ. ഇതോടെ ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് വ്യാപാരികൾ. മൂന്നാറുകാർക്കും വിനോദസഞ്ചാരികൾക്കും സുപരിചിതനാണ് പടയപ്പ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പൈനാപ്പിളും ചോളവും ക്യാരറ്റും ഒക്കെ കഴിച്ച് വിശപ്പടക്കിയ കഥ പലതവണ കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റം വ്യാപാരികളെ ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പെരിയവര പാലത്തിന് സമീപമുള്ള 4 കടകളാണ് പടയപ്പ തകർത്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ബ്രെഡും ബണ്ണും നൂഡിൽസും ബിസ്ക്കറ്റും എല്ലാം അകത്താക്കുകയും ചെയ്തു. പടയപ്പ വന്നിട്ട് കടയെ പൊളിച്ചിട്ട് ഞാൻ ഒരു ഹാൻഡിക്യാപ്റ്റ് ഇതൊക്കെ പൊളിച്ച് ഭയങ്കര വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഭയങ്കര ശല്യം ചെയ്തു. അത് മേലി കളിക്കുന്നുണ്ട്, ബ്രെഡ്, ബണ്ണ്, ഇതുപോലത്തെ വന്നിട്ട് മറ്റേ ലേസ്, ഇതുപോലത്തെ പ്ലാസ്റ്റിക്കോട് ചേർത്ത് കളിക്കുന്നുണ്ട്. പെരിയവരയിലെ വഴിയോര കടകളിൽ മുമ്പ് പൈനാപ്പിളും ചോളവും ക്യാരറ്റും ഓറഞ്ചും അടങ്ങുന്ന പഴവർഗ്ഗങ്ങളായിരുന്നു സഞ്ചാരികൾക്കായി വിൽപ്പന നടത്തിയിരുന്നത്. முன்னாடி வந்தோன்னா இந்த இளநீர் இதெல்லாம் அடிச்சு சாப்பிடும். இப்போ பார்த்தீங்கன்னா நூடுல்ஸு, ப்ரெட்டு, பன்னு இதெல்லாம் தான் சாப்பிட்டு போகுது. இப்போ இது வேறு வழி இல்லை எங்களுக்கு. இதை வச்சு தான் எங்களுக்கு சாப்பாட்டுக்குள்ளே போகுது. കടകൾ തകർത്ത് പഴങ്ങൾ അകത്താക്കുന്നത് നിത്യസംഭവമായതോടെയാണ് കച്ചവടക്കാർ വിൽപ്പന വസ്തുക്കൾ മാറ്റിപ്പിടിച്ചത്. പടയപ്പ രീതി മാറ്റിയതോടെ നിസ്സഹായാവസ്ഥയിലാണ് വ്യാപാരികൾ. റിപ്പോർട്ടർ, ഇടുക്കി.